when I was being brutally attacked by the BJP, by the RSS, the people of Kerala came to protect me. ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നു. BJPയും RSSും എന്നെ ക്രൂരമായി ആക്രമിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളാണ് എനിക്കൊപ്പം വന്ന് എന്നെ സംരക്ഷിച്ചത്. You do not understand what this means for me. എനിക്കിത് എത്രമാത്രം അർത്ഥമുള്ളതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. In good times, everybody comes. നല്ല കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. In bad times, only the people who love you come. പക്ഷേ കഷ്ടകാലത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. So Kerala showed me that they have love and affection for me, and I also have love and affection for Kerala. പക്ഷെ കേരളം എനിക്ക് കാണിച്ചു തന്നു അവർക്ക് എന്നോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ടെന്ന് കേരളം എന്നോട് കാണിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്കും കേരളത്തോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഉണ്ട്. So I'd like to thank you for that, because you taught me a lot in the 5 years I was member of parliament of Wayanad. നിങ്ങൾ വയനാട്ടിലെ ജനപ്രതിനിധിയായിരുന്ന 5 വർഷം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിനുവേണ്ടി നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Taught me about the depth of your understanding. നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. Your history, your tradition, your way of thinking. നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങൾ ചിന്തിക്കുന്ന രീതി. This is something that you and all of us should be very proud of. ഇതിനെക്കുറിച്ച് നിങ്ങളും അതുപോലെ നമ്മൾ എല്ലാവരും അഭിമാനമുള്ളവരാകണം. This is an election, as I said, between the BJP, LDF combined against the UDF. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വശത്തും BJPയും LDFും കൂട്ടുചേർന്ന് UDFനെതിരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. They are helping each other. അവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. They have money on their side. അവരുടെ കയ്യിൽ പൈസയുണ്ട്. They are in power at the center and in the state. കേന്ദ്രത്തിലും കേരളത്തിലും സംസ്ഥാനത്തും അവർ അധികാരത്തിലാണ്. But we are the ones who are connected to the people of Kerala. പക്ഷേ കേരളത്തിലെ ജനങ്ങളോട് ബന്ധമുള്ളത് നമ്മളാണ്. We have truth on our side. നമ്മുടെ ഭാഗത്തുള്ളത് സത്യമാണ്. And I'm confident that we are going to form the government in Kerala in the next few days. എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ഗവൺമെന്റ് രൂപീകരിക്കുമെന്നതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. I am your soldier in Delhi. ഞാൻ ഡൽഹിയിൽ നിങ്ങളുടെ പട്ടാളക്കാരനാണ്. I tell the people of Wayanad that they have 2 members of parliament. ഞാൻ വയനാട്ടിലെ ആളുകളോട് പറയും അവർക്ക് 2 പാർലമെന്റ് അംഗങ്ങളാണുള്ളത്. My sister and myself. എന്റെ സഹോദരിയും ഞാനും. And I think even though I have not been born in Kerala, I am an honorary Keralite. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ കേരളത്തിലല്ല ജനിച്ചിട്ടുള്ളത്, പക്ഷെ ഞാൻ മലയാളി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു മലയാളി തന്നെയാണ്. So whatever you need from me, whatever help you need from me in Delhi, in Kerala, anywhere, I am always available for you. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് കാലത്ത് വേണമെങ്കിലും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പവും ഉണ്ടാവും.